ഹായ് കൂട്ടുകാരെ, മാഷൻ ടീച്ചറിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ അല്ലേ? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പരിചയപ്പെടാം. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ 3ാമത്തെ ചോദ്യം തൊട്ട് നമുക്കിന്ന് പഠിക്കാം. 3ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത്? അയ്യങ്കാളിയും അതേപോലെ ഒരു കുട്ടിയാണ് ഉള്ളത് അല്ലെ. അത് ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ എ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ദ ഗേൾ പഞ്ചമി വാസ് denied school admission due to the marginalization that existed in society. അരികുവൽക്കരണത്തിന്റെ ഫലമായിട്ടാണല്ലോ പഞ്ചമിക്ക് സ്കൂൾ പ്രവേശനം നിഷേധിക്കപ്പെട്ടത്. നമ്മൾ പഞ്ചമിയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഇപ്പം മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. പഠിച്ചതാണ് അല്ലെ. ഇവിടെ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? വാട്ട് ഈസ് മീൻ ബൈ മാർജിനലൈസേഷൻ അല്ലെ. അരികുവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അരികുവൽക്കരണം എന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് മക്കളെ മാർജിനലൈസേഷൻ ഓർ അരികുവൽക്കരണം? Marginalization is the social process of pushing a group or an individual to the edge of society, marking them powerless, denying them equal opportunities, rights, resources, and participation in mainstream social life. സമൂഹത്തിലെ ചില വിഭാഗങ്ങളെയോ വ്യക്തികളെയോ പാർശ്വങ്ങളിലേക്ക്, അതായത് അരികുകളിലേക്ക് തള്ളിക്കളയുന്ന സാമൂഹിക പ്രക്രിയയാണ് പാർശ്വവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് അവരെ അധികാരമില്ലാത്തവരാക്കുകയും തുല്യ അവസരങ്ങൾ, അവകാശങ്ങൾ, വിഭവങ്ങൾ, മുഖ്യധാര സാമൂഹിക ജീവിതത്തിലെ പങ്കാളിത്തം എന്നിവ നിഷേധിക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് ഓർക്കുക, ഈ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തില് സമൂഹത്തില് തുല്യ നീതിയോ അല്ലെങ്കിൽ തുല്യ അവകാശമോ ഉണ്ടായിരുന്നില്ല. അവരെ അല്ലെ ആ ഒരു വിഭാഗം ജനങ്ങളെ സമൂഹത്തിന്റെ ഒരു അരികിലേക്ക് തള്ളി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് യാതൊരുവിധ അവകാശങ്ങളും അവസര സമത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പൊ അതില് ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാക്കേണ്ടതുണ്ട്. ദ വേൾഡ് അറൗണ്ട് us should be accessible to all alike. അല്ലെ, നമുക്ക് ചുറ്റുമുള്ള ലോകം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാക്കേണ്ടതുണ്ട് അല്ലെ. അതായത് ഒരാളെയും നമ്മൾ സമൂഹത്തില് മാറ്റി നിർത്തരുത്. എല്ലാവർക്കും തുല്യ സമത്വം വേണം അല്ലെ, തുല്യ അവസരം വേണം, തുല്യ അവകാശം വേണം. ഓക്കെ അല്ലേ? ഈ ഒരു പ്രസ്താവനയോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഇതിനോട് നിങ്ങൾക്ക് എന്താണല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ശരിയാണെന്നാണോ തെറ്റാണോ?
കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ാണോ എന്തായാലും അതിനെക്കുറിച്ച് അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഈ പ്രസ്താവനയോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. The world and its resources, opportunities, education and public spaces belong to everyone equally, regardless of caste, class, gender, religion or physical ability. ജാതി, വർഗം, ലിംഗം, മതം അല്ലെങ്കിൽ ശാരീരിക ശേഷി എന്നിവയുടെ വ്യത്യാസമില്ലാതെ ഈ ലോകവും അതിലെ വിഭവങ്ങളും അവസരങ്ങളും വിദ്യാഭ്യാസവും പൊതു സ്ഥലങ്ങളും എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ്. ഈ ഒരു വ്യത്യാസങ്ങളുടെ പേരിൽ ആർക്കെങ്കിലും അവസരങ്ങൾ നിഷേധിക്കുന്നത് അനീതിയാണ് അല്ലെ, ഇൻജസ്റ്റിസ് ആണ് അല്ലെ. ഒപ്പം അത് സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? True equality and justice can only be achieved when every individual has equal access to basic needs and opportunities to grow. അല്ലെ, ഓരോ വ്യക്തിക്കും അടിസ്ഥാന ആവശ്യങ്ങളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും തുല്യമായി ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമത്വവും നീതിയും കൈവരിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ട്രൂ ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് can only be achieved when every individual has equal access to basic needs and opportunities to grow. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ വ്യക്തിക്കും അടിസ്ഥാന ആവശ്യങ്ങളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളും തുല്യമായി ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സമത്വവും നീതിയും കൈവരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? ഇത് നോട്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ ഒരു രീതിയിലാവണം ഉത്തരം എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇത് വെറും ഒരു മോഡൽ മാത്രമാണ്, നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ വിപുലീകരിച്ച് ഉത്തരം എഴുതാവുന്നതാണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ. ആക്ടിവിറ്റി 4. ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ എക്സിസ്റ്റഡ് ബിറ്റ്വീൻ CE 7th and 12th century. CE 7 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഭക്തി പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഭക്തി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കി ഉത്തരം എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കംപ്ലീറ്റ് ദ ചാർട്ട് റിലേറ്റഡ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ മക്കളെ, തന്നിരിക്കുന്ന ചാർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ഒരു രീതിയിലാണ് ചാർട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ.
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഇതിലൊരു 2 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭാഷകളില് കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഉണ്ടായിരുന്നു. അതേപോലെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന അല്ലെ. അപ്പൊ ഇവിടെ 3 പോയിന്റ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ പഠിച്ചിരിക്കണം. അതിലൊരു 3 പോയിന്റ് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. ഫസ്റ്റ് പോയിന്റ്, ലെഡ് ബൈ നായനാസ് ആൻഡ് ആൾവാസ് അല്ലെ. എന്താണ് മക്കളെ? നായനാർമാരുടെയും ആൾവാർമാരുടെയും നേതൃത്വം അല്ലെ. നായനാർമാരെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ശിവഭക്തരായിരുന്നു. അതേപോലെ ആൾവാർമാരെന്ന് പറഞ്ഞാല് വിഷ്ണു ഭക്തരായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ സെക്കൻഡ് പോയിന്റ് നോക്കിയേ, emphasized personal devotion അല്ലെ. ഭക്തി ടു എ പേഴ്സണൽ ഗോഡ് rather than complex ritual അല്ലെ. emphasized personal devotion to a personal god rather than complex rituals അല്ലെ. അതായത് സങ്കീർണമായ ചടങ്ങുകളേക്കാൾ വ്യക്തിപരമായ ഭക്തിക്ക് പ്രാധാന്യം നൽകി. ഓക്കെ, അടുത്ത പോയിന്റ്, opposed caste inequalities and promoted social equality. opposed caste inequalities and promoted social equality അല്ലെ. ജാതി അസമത്വങ്ങളെ എതിർക്കുകയും സാമൂഹിക സമത്വ. കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അതില് ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റൈറ്റിംഗ്സ് ഓഫ് ദ ആൾവാസ് നോൺ ഹസ്? അതായത് ആൾവാർമാരുടെ രചനകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. ആൾവാർമാരുടെ രചനകൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഏത് പേരിലാണ് മക്കളെ? നമുക്കറിയാം അല്ലെ, 4000 ദിവ്യ പ്രബന്ധം. അത് ഈ ഒരു ഓപ്ഷനിൽ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തുക. 4000 ദിവ്യ പ്രബന്ധം. ഓക്കെ അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അതിലെ സി ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ പോയറ്റ് ഓഫ് ഭക്തി മൂവ്മെന്റ് who propagated his ideas through the hymns, ദോഹാസ് അല്ലെ. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഭക്തകവി ആരായിരുന്നു? ആരായിരുന്നു മക്കളെ? ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ഓപ്ഷൻ എ ബസവണ്ണ, ഓപ്ഷൻ ബി ജയദേവൻ, ഓപ്ഷൻ സി കബീർ, ഓപ്ഷൻ ഡി യരപ്രഗത. ഇതിൽ ആരാണ് മക്കളെ? ദോഹകൾ എന്നറിയപ്പെടുന്ന ഈരടികളിലൂടെ തന്റെ ആശയങ്ങളും ഭക്തിയും പ്രചരിപ്പിച്ച ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവി കബീർ ആയിരുന്നു അല്ലെ. ഓർക്കുന്നില്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പ്രസന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ എംപയർ വിജയനഗര. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ച് വിജയനഗര രാജ്യത്തില് ഉൾപ്പെടാത്ത ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു മാപ്പ് തന്നത് കൊണ്ട് വളരെ എളുപ്പത്തില് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും അല്ലെ. നോക്കിക്കോ, ഇതിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. നോക്ക്, ഇവിടെ ഓപ്ഷനിലുള്ളത് തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് അല്ലെ എന്നിവയാണുള്ളത്. ഓക്കെ അല്ലേ? അതിൽ തമിഴ്നാട് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഈ ഒരു ഭാഗത്ത് തമിഴ്നാടാണ്. അപ്പൊ ഇവിടെ തമിഴ്നാട് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ
ഇവിടെ ആന്ധ്രാപ്രദേശ് ആണ് അല്ലെ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തത് കർണാടക അല്ലെ, കർണാടകയും ഈ ഒരു പോർഷൻ കർണാടകയാണ്, ഇവിടെ കർണാടകയും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ് തന്നിട്ടുള്ളത്? 3 നമ്മൾ പറഞ്ഞു അല്ലേ, തമിഴ്നാട് ഉൾപ്പെടുന്നുണ്ട്, കർണാടക ഉൾപ്പെടുന്നുണ്ട്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഗുജറാത്ത് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അല്ലെ. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങൾ എന്നിവ വിജയനഗര സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ് അല്ലെ. എന്നാൽ ഗുജറാത്ത് സാമ്രാജ്യത്തിന്റെ പരിധിക്ക് പുറത്തുള്ള പടിഞ്ഞാറൻ സംസ്ഥാനമാണ് അല്ലെ, ഈ ഒരു ഏരിയയിലാണ് വരിക. ഓക്കെ അല്ലേ? ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്ത് ആണ്. ഓക്കെ അല്ലേ? ഇനി അതില് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഡിസ്ക്രൈബ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് വിജയനഗര എംപയർ ബേസ്ഡ് ഓൺ ദ ഹിന്റ്സ് ഗിവൺ. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിജയനഗര രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള ഹിന്റ്സിലെ സൂചകങ്ങൾ എന്തൊക്കെയാണ്? നികുതി, വ്യാപാരം അല്ലെ, ടാക്സും അതേപോലെ ട്രേഡും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. The economy of the Vijayanagara Empire was highly prosperous and robust. വിജയനഗര സാമ്രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരെ പുരോഗതി പ്രാചീന കാലത്ത് കൈവരിച്ച ഒന്നായിരുന്നു. ഇതിന്റെ പ്രധാന ഘടകങ്ങളാണ് താഴെ പറയുന്നവ കേട്ടോ. അതായത് ടാക്സ് അതേപോലെ ട്രേഡും. ഓക്കെ അല്ലേ? ടാക്സ് അല്ലെ, അഗ്രികൾച്ചർ സെർവ്ഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ദ എക്കണോമി ആൻഡ് ലാൻഡ് റവന്യൂ വാസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് സ്റ്റേറ്റ് ഇൻകം. വിജയനഗര സാമ്രാജ്യത്തിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് കൃഷിയായിരുന്നു. കൃഷിഭൂമിയിൽ നിന്നും വിളവെടുപ്പിന്റെ നിശ്ചിത ഭാഗം ഭൂനികുതിയായി ഈടാക്കിയിരുന്നു. ഇൻ അഡീഷൻ ടു ലാൻഡ് ടാക്സസ്, ദ ഗവൺമെന്റ് levied various taxes on professions, commercial goods, workshops and market transactions. ഇതുകൂടാതെ വിവിധ തൊഴിലുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, വിപണികൾ എന്നിവയുടെ മേലും സർക്കാരുകൾ നികുതി ചുമത്തിയിരുന്നു. ഓക്കെ അല്ലേ? ഇനി ട്രേഡ് അല്ലെ, വ്യാപാരത്തെ കുറിച്ചാണ് നോക്കുന്നത്. The empire maintained a vibrant internal and extensive foreign trade network. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം വിദേശ വ്യാപാരവും വിജയനഗരത്തിൽ വളരെ സജീവമായിരുന്നു. The ports located along the western and eastern coasts facilitated international trade with regions such as Arabia, Persia, Southeast Asia and Portugal. പടിഞ്ഞാറൻ കിഴക്കൻ തീരങ്ങളിലെ തുറമുഖങ്ങൾ വഴി അറേബ്യ, പേർഷ്യ, പോർച്ചുഗൽ, തെക്കുകിഴക്കൻ ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു. The empire exported items like spices, textiles and precious stones while importing essential war horses and luxury goods. സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിപ്പുള്ള രത്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുകയും പ്രധാനമായും കുതിരകളും മറ്റ് ആഡംബര വസ്തുക്കളും ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. സമ്പന്നമായ നഗരങ്ങളും അന്താരാഷ്ട്ര കമ്പോളങ്ങളും ഈ സാമ്രാജ്യത്തിന്റെ വ്യാപാര പുരോഗതിക്ക് ഉദാഹരണങ്ങളാണ്.
ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കുറിപ്പ് എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.